നമ്മളൊരാളെ സ്നേഹിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനോടൊപ്പം വല്ലാത്തൊരു സങ്കടം കൂടെ കടന്നു വരുന്നത് എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യഥാർത്ഥ സ്നേഹം നമ്മെ അഹന്തയിൽ നിന്ന് മോചിപ്പിച്ച് നമുക്കുള്ളിൽ വലിയൊരു ശൂന്യസ്ഥലം സൃഷ്ടിക്കുകയാണ് ചെയ്യുക. നമുക്കുള്ളിലെ ഗൽബ് അഥവാ ആത്മീയ ഹൃദയം ഉണരുമ്പോൾ ചിന്തകളുടെ തടവറകൾ തകരും. നമ്മിലെ ഞാൻ എന്ന ഭാവത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ഫന എന്ന അവസ്ഥയിലൂടെ മാത്രമേ ദൈവിക ചൈതന്യത്തിൻ്റെ നിത്യമായ ബഖായിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെപ്പോലെ പുതിയൊരു ദിവ്യബോധം നമ്മിൽ ഉണരട്ടെ. ഏറ്റവും പ്രിയമുള്ളവർ, ദിവ്യബോധ ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിവിടെ ആയിരിക്കുന്നത് വലിയ ഗ്രന്ഥങ്ങൾ പഠിക്കാനോ സിദ്ധാന്തങ്ങൾ ചർച്ച ചെയ്യുവാനൊന്നുമല്ല. മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില വികാരങ്ങളുടെ ആഴങ്ങളിലേക്ക് ഒന്നിച്ച് ഇറങ്ങിച്ചെല്ലാനാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. നമ്മൾ ഒരാളെ ഒത്തിരി സ്നേഹിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയം നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനോടൊപ്പം വല്ലാത്തൊരു സങ്കടവും കൂടെ കടന്നു വരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും അത് മറ്റേയാൾ നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടുണ്ടാകുന്നതാണെന്ന്. എന്നാൽ സൂഫി ദർശനം പറയുന്നത് യഥാർത്ഥ സ്നേഹം നമുക്കുള്ളിലൊരു വലിയ ശൂന്യത സൃഷ്ടിക്കുമെന്നാണ്. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അഹങ്കാരവും അറിവുകളും മുൻവിധികളും നിറച്ചു വെച്ചിട്ടുണ്ടല്ലോ. നമ്മിലേക്ക് സ്നേഹം ഒഴുകി വരുമ്പോൾ അതെല്ലാം മാറി അവിടെ വലിയൊരു ശൂന്യമായ സ്ഥലം രൂപപ്പെടും. അത് നമുക്കുള്ളിലേക്ക് പുതിയ വാതിലുകൾ തുറന്നു തരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ സുന്ദരമായ സൂര്യാസ്തമയം ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു വശത്ത് പകലിൻ്റെ വെളിച്ചം മങ്ങുന്നതിൻ്റെ സങ്കടവും മറുവശത്ത് രാത്രിയുടെ മനോഹരമായ നിശബ്ദത വരാൻ പോകുന്നതിൻ്റെ സന്തോഷവും. ഇതുതന്നെയാണ് സ്നേഹത്തിൻ്റെയും അവസ്ഥ. നമ്മളൊക്കെ ഇതുവരെ ജീവിച്ചത് വെറും കപടതയിലായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇത്തരം നിമിഷങ്ങളിലാണ്. ഇതുവരെ നമ്മൾ വെറും കളിമൺ വീടുകളെയാണല്ലോ വലിയ കൊട്ടാരങ്ങളെന്ന് വിചാരിച്ചതെന്ന് തോന്നിപ്പോകുന്ന ആ വലിയ തിരിച്ചറിവാണ് നമുക്കുള്ളിൽ ദുഃഖമായി മാറുന്നത്. ഈ നിമിഷങ്ങളിലാണ് നമ്മൾ നമ്മിലെ മൗലികമായ ശക്തിമത് ഭാവത്തെക്കുറിച്ച് ബോധവാന്മാരാകുക. ശക്തിമത് ഭാവം എന്നത് നമ്മൾ വെറും സാധാരണക്കാരനല്ല, ഈ പ്രപഞ്ചത്തോളം തന്നെ വളരാൻ കഴിയുന്ന വലിയൊരു ആത്മചൈതന്യം നമുക്കുണ്ട് എന്ന ബോധ്യമാണ്. നമ്മൾ എത്തിപ്പിടിക്കേണ്ട കൊടുമുടിയെ സ്നേഹം നമുക്ക് കാണിച്ചു തരും. എന്നാൽ അടുത്ത നിമിഷം നമ്മൾ ബോധത്തിലേക്ക് തിരികെ വരുമ്പോൾ ചിന്തിക്കുന്നത് ഞാനിപ്പോൾ ആ കൊടുമുടിയിലല്ലല്ലോ, താഴ്വരയിലല്ലേ ജീവിക്കുന്നതെന്ന്. ലക്ഷ്യം നമ്മൾ തൊട്ടുമുമ്പിൽ കണ്ടു കഴിഞ്ഞു, എന്നാൽ നമ്മളിപ്പോഴും അവിടെ എത്തിയില്ലല്ലോ എന്ന വേദനയാണ് സ്നേഹത്തോടൊപ്പമുള്ള ദുഃഖമെന്ന് പറയുന്നത്. സൂഫിസത്തിൽ ഇതിനെ കൽബ് എന്ന് വിളിക്കും. ഭൗതിക ഹൃദയം നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ മാത്രമുള്ളതാണ്. എന്നാൽ കൽബ് എന്ന് പറയുന്നത് പ്രപഞ്ചനാഥനിലേക്കുള്ള ജാലകം തുറക്കുന്ന നമ്മുടെ ആത്മീയ ഹൃദയമാണ്. ഈ കൽബ് ഉണരുമ്പോൾ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ വളരെ അടുത്തേക്ക് വരും. നമ്മൾ വിചാരിക്കും രണ്ട് ഹൃദയങ്ങളും തമ്മിൽ ഒന്നായെന്ന്. എന്നാൽ ആ പരമാവധി അടുപ്പത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക നമ്മൾ രണ്ട് ശരീരങ്ങളാണെന്ന്. എത്ര അടുത്തേക്ക് വന്നാലും എനിക്ക് അവളാകാനോ അവൾക്ക് ഞാനാകാനോ കഴിയില്ലെന്ന്. ഈ അകൽച്ച തിരിച്ചറിയുന്നതാണ് ദുഃഖമെന്ന രഹസ്യം. നമ്മളൊക്കെ വേറെയാക്കപ്പെട്ടവരാണ്. എന്നാൽ മറ്റൊരാളുമായി പൂർണ്ണമായും ഒന്നാകാൻ നമ്മൾ ദാഹിക്കുമ്പോൾ, അതിനുവേണ്ടി താല്പര്യമുള്ളവനായിരിക്കുമ്പോൾ നമ്മൾ ഒരു വലിയ ചുമരിൽ തട്ടി നിൽക്കുകയാണ് ചെയ്യുക. സ്നേഹം നൽകുന്ന ഈ അനുഭവം ഒരു ഫ്ലാഷ് ലൈറ്റ് വന്ന് പോകുന്നത് പോലെയുള്ള ഒരു വെളിച്ചമാണ്. അത് നമുക്കുള്ളിൽ ഒരു സ്ഥിരമായ യാഥാർത്ഥ്യമായി മാറണമെങ്കിൽ സ്നേഹത്തോടൊപ്പം
പ്രാർത്ഥനയും ധ്യാനവും കൂടി ചേരണം. നമ്മിലെ ഞാനെന്ന അഹന്തത പൂർണ്ണമായി ഇല്ലാതാകുമ്പോൾ മാത്രമേ നമുക്ക് ആ പരമമായ അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. നമ്മളുണ്ടെങ്കിൽ അവിടെ ദുഃഖവും ഉത്കണ്ഠയുമുണ്ട്. നമ്മൾ അലിഞ്ഞില്ലാതാകുമ്പോൾ അസ്തിത്വത്തിൻ്റെ അനന്തമായ സാഗരത്തിലെ ചെറിയൊരു അലയായി നമ്മൾ മാറും. കടലിലെ അലയ്ക്ക് കടലിൽ നിന്ന് മാറി ഒരു കേന്ദ്രമില്ലാത്തതുപോലെ നമ്മൾ അലിഞ്ഞു ചേരുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കേന്ദ്രമില്ലാതായി മാറും. പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം നമ്മുടെ കേന്ദ്രമായി തീരും. ഇതിനെയാണ് പ്രബുദ്ധത അല്ലെങ്കിൽ നിർവ്വാണം, ദൈവികാനുഭൂതി എന്നെല്ലാം വിളിക്കുന്നത്. സ്നേഹത്തിന് ഇത് കാണിച്ചു തരുവാൻ മാത്രമേ പറ്റുകയുള്ളൂ. പൂർണ്ണമായി ഇത് നിറവേറ്റിത്തരാൻ ധ്യാനത്തിന് മാത്രമേ സാധിക്കൂ. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷത്തിലും സ്നേഹത്തിലും ഒളിഞ്ഞിരിക്കുന്ന ഈ ദുഃഖത്തെക്കുറിച്ച് ലോകപ്രശസ്ത ജർമ്മൻ തത്വചിന്തകനായ ഫ്രെഡറിക് നീച്ചെ വളരെ വിചിത്രമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം അനുഭവിക്കുന്ന നിമിഷങ്ങളിലാണ് ഞാൻ എപ്പോഴും വല്ലാതെ ഭയപ്പെട്ടിട്ടുള്ളത്. കാരണം ആ ആനന്ദത്തിൻ്റെ തൊട്ടു പിന്നാലെ വരാനിരിക്കുന്ന കഠിനമായ ആന്തരിക ശൂന്യതയെയും ദുഃഖത്തെയുമാണ് അതെനിക്ക് മുൻകൂട്ടി കാണിച്ചു തരുന്നതെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഇത് വലിയൊരു യാഥാർത്ഥ്യമാണല്ലേ. നമ്മളൊരു വലിയ സന്തോഷത്തിലിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കുള്ളിലേക്ക് വല്ലാത്തൊരു ഭയം കടന്നു വരും. ഈ സന്തോഷം എപ്പോൾ അവസാനിക്കുമെന്ന ഭയം. അങ്ങനെ ആ ആനന്ദത്തിൻ്റെ നിമിഷത്തിലും വരാനിരിക്കുന്ന സങ്കടത്തിൻ്റെ നിഴൽ നമ്മൾ കാണാൻ തുടങ്ങും. അതുകൊണ്ടാണ് അടിമപ്പെട്ടവരും അങ്ങേയറ്റം ദുരിതത്തിലായവരും ഒരിക്കലും യഥാർത്ഥ വിപ്ലവകാരികളാകാതിരിക്കുന്നത്. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. താഴെ തട്ടിലുള്ള അങ്ങേയറ്റം പട്ടിണിപ്പാവങ്ങളായ മനുഷ്യർ ഒരിക്കലും ഒരു വലിയ വിപ്ലവം നയിച്ചിട്ടില്ല. കാൾ മാർക്സ്, മാവോ, ലെനിൻ, എംഗൽസ് ഇവരെയെല്ലാം നോക്കിയാൽ തന്നെ ഇവരെല്ലാം വന്നിരിക്കുന്നത് ഒരിടത്തരം കുടുംബങ്ങളിൽ നിന്നാണ്. ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ താഴെ തട്ടിലുള്ളവർ അത്രയ്ക്കും ദുഃഖിതരാണ്. ജീവിതത്തിൽ വലിയൊരു സന്തോഷമുണ്ടെന്ന് വിശ്വസിക്കാൻ പോലും അവർക്ക് കഴിയില്ല. ആനന്ദത്തിൻ്റെ ഒരു നിമിഷം പോലും അവർക്കില്ല. ഒരിക്കലും അത് അനുഭവപ്പെട്ടിട്ടില്ലാത്തതിനാൽ അവരുടെ ഉള്ളിൽ താരതമ്യം ചെയ്യാൻ യാതൊന്നുമില്ല. ചെറിയൊരു ഉദാഹരണത്തിന്, ജന്മനാ രോഗിയായ ഒരാൾ ആരോഗ്യത്തിൻ്റെ സൗഖ്യാവസ്ഥ എന്തെന്ന് ഒരിക്കലും മനസ്സിലാക്കില്ലല്ലോ. അയാൾ തൻ്റെ രോഗത്തോടും ശാരീരിക ബുദ്ധിമുട്ടുകളോടും പൂർണ്ണമായും പൊരുത്തപ്പെട്ട് ജീവിക്കും. ജീവിതമെന്നാൽ ഇത്രയൊക്കെ ഉള്ളുവെന്ന് അയാൾ കരുതും. അതുകൊണ്ടാണ് ഏറ്റവും താഴെ തട്ടിലുള്ളവരിൽ നിന്ന് വിപ്ലവം പൊട്ടിപ്പുറപ്പെടാത്തത്. അതേസമയം ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള അങ്ങേയറ്റം ധനികരായ ആളുകളിൽ നിന്നും വലിയ വിപ്ലവങ്ങൾ ഉണ്ടാകാറില്ല. കാരണം അവർക്ക് പലതും നഷ്ടപ്പെടുവാനുണ്ട്. കയ്യിലുള്ള അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം അവരെ പിന്തിരിപ്പിക്കും. പാവപ്പെട്ടവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവർക്ക് മാറ്റങ്ങളെക്കുറിച്ചുള്ള ബോധവുമില്ല. ധനികർക്ക് ബോധമുണ്ട്, എന്നാൽ നഷ്ടപ്പെടാൻ ഭയമാണ്. എന്നാൽ എല്ലാ വിപ്ലവകാരികളും മധ്യവർഗത്തിൽ നിന്നാണ് ജനിക്കുന്നത്. അതായത് ഒരല്പം ദുരിതത്തെയും ഒരല്പം സന്തോഷത്തെയും ഒരേപോലെ രുചിച്ചറിഞ്ഞവരിൽ നിന്ന്. അവരുടെ കാഴ്ചപ്പാട് ഇവിടെ വളരെ വ്യക്തമാണ്. സന്തോഷം സാധ്യമാണെന്ന് അവർക്കറിയാം. അതേസമയം നിലവിലെ അവസ്ഥ അവർക്ക് അസഹ്യവുമായി തോന്നും. ആ തിരിച്ചറിവാണ് വിപ്ലവങ്ങൾക്ക് തിരികൊളുത്തുന്നത്. നീച്ച വീണ്ടും പറയുന്നത്, ജീവിതത്തിൻ്റെ വിരസമായ ചരികളിൽ നിന്ന് എന്തെങ്കിലും ഒരു അത്ഭുതകരമായ മാറ്റം പ്രതീക്ഷിച്ച് വലിയ വലിയ ആഘോഷങ്ങളിലും വിരുന്നുകളിലും ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം എന്നെ കാത്തിരുന്നത് കനത്ത നിരാശയും കടുത്ത ഏകാകിത്വവും മാത്രമായിരുന്നുവെന്ന്. ഈ പറഞ്ഞത് ശരിയാണ്. ഒരു വിരുന്നിലോ അല്ലെങ്കിൽ മറ്റ് ആഘോഷ ദിവസങ്ങളിലോ ഒരാൾക്ക് സാധാരണ ദിവസങ്ങളെക്കാൾ കൂടുതൽ സങ്കടം തോന്നാം. കാരണം അയാൾ അവിടെ കൂടുതൽ ആശിക്കുകയാണ്, കൂടുതൽ പ്രതീക്ഷിക്കുകയാണ്.
നമ്മൾ എത്രത്തോളം പ്രതീക്ഷിക്കുന്നുവോ സ്വാഭാവികമായി അത്രത്തോളം നിരാശയും പരാതികളും കൂടും. സ്നേഹനിമിഷങ്ങളിലും നമ്മൾ വലിയ പ്രതീക്ഷയുണ്ടാകും. ലക്ഷ്യത്തിലെത്തിയെന്ന് നമുക്ക് തോന്നും. ഇതാണ് ആ പരമമായ നിമിഷമെന്ന് നമ്മൾ കരുതും. എന്നാൽ ആ നിമിഷം കടന്നു പോകുമ്പോൾ നമ്മൾ വീണ്ടും അതേ പഴയ തരിശുഭൂമിയിൽ തന്നെയാണ് വന്നിറങ്ങുക. നമ്മളെപ്പോഴും ഉണ്ടായിരുന്ന അതേ സാധാരണ അവസ്ഥയിൽ തന്നെ തിരിച്ചെത്തും. ഇത് നമ്മൾ മരുഭൂമിയിൽ കാർമേഘങ്ങൾ കാണുന്നത് പോലെയാണ്. ദീർഘകാലമായി വരണ്ടുണങ്ങിക്കിടക്കുന്ന ഒരു മരുഭൂമി പെട്ടെന്നൊരു ദിവസം ആകാശത്ത് കനത്ത കാർമേഘങ്ങൾ കാണുമ്പോൾ ഇതാ മഴ പെയ്യാൻ പോകുന്നു എന്ന് കരുതി ആ ഭൂമിയുടെ ഹൃദയം തുടിക്കാൻ തുടങ്ങും. അത് പ്രതീക്ഷിക്കും, ഇനി ഇവിടെയെല്ലാം പച്ച പിടിക്കും, മരങ്ങൾ വളരും, പക്ഷികൾ പാടും, ആഘോഷം ഇവിടേക്ക് വരുമെന്ന്. എന്നാൽ പെട്ടെന്ന് ആ കാർമേഘങ്ങൾ പെയ്യാതെ അകന്നു പോകുമ്പോൾ ആ മരുഭൂമിയുടെ നിരാശ എത്ര വലുതായിരിക്കും. ആ മേഘങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അത് തൻ്റെ വരൾച്ചയുമായി പൊരുത്തപ്പെട്ടു പോയേനെ, അല്ലേ? എന്നാൽ വന്നിട്ട് പോയ ആ മേഘങ്ങൾ അതിൻ്റെ ദുഃഖം ഇരട്ടിയാക്കി മാറ്റി. ഇരുണ്ടൊരു രാത്രിയിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ശക്തിയേറിയ വെളിച്ചവുമായി ഒരു കാർ കടന്നു പോകുകയാണെന്ന് കരുതിയാൽ ആ കാർ പോയി കഴിയുമ്പോൾ മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഇരുട്ടിന് കട്ടി കൂടിയതായി നമുക്ക് തോന്നും. കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ ഒരു നിമിഷത്തേക്ക് നമ്മുടെ കണ്ണുകളെ വെളിച്ചം കൊണ്ട് നിറച്ചു. എന്നാൽ അത് പോയപ്പോൾ നമ്മൾ പൂർണ്ണമായും അന്ധനായതുപോലെ നമുക്ക് അനുഭവപ്പെടും. ശക്തിയേറിയ ആ വെളിച്ചമാണ് നമ്മളെ കൂടുതൽ അന്ധനാക്കിയത്. സ്നേഹാനുഭൂതിയും ഇതുപോലെ തന്നെയാണെന്നേ. അത് വരുമ്പോൾ നമ്മൾ വെളിച്ചം കൊണ്ട് നിറയും, അത് പോകുമ്പോൾ വലിയ ഇരുട്ടും ദുഃഖവും ബാക്കിയാകും. സ്നേഹമുള്ളപ്പോൾ തന്നെ ഇത് താൽക്കാലികമാണെന്ന് സൂക്ഷ്മദർശികൾക്ക് കാണാൻ കഴിയും. ഫെഡറിക് നീച്ചെ പറയുന്നത് സ്നേഹം അതിനുള്ളിൽ തന്നെ കഠിനമായ ദുഃഖത്തിൻ്റെ വിത്തും വഹിച്ചുകൊണ്ടാണ് നടക്കുന്നത്. സ്നേഹത്തിൻ്റെ ഔന്നത്യത്തെ വെറും ആഹ്ലാദമായി മാത്രം കണ്ട് അതിൽ തൃപ്തിപ്പെടാൻ സാധാരണക്കാരായ മനുഷ്യർക്ക് എങ്ങനെ കഴിയുന്നു എന്നതിൽ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ടെന്ന്. ഈ ഫെഡറിക് നീച്ചെ എന്നയാൾ ലോകം കണ്ട ഏറ്റവും വലിയ അസ്തിത്വവാദികളിൽ ഒരാളാണ് കേട്ടോ. ഈ അസ്തിത്വവാദം എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യവും തീരുമാനിക്കേണ്ടത് ആ മനുഷ്യൻ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു തത്വശാസ്ത്ര ശാഖയാണ്. നീച്ച ജീവിതത്തിൻ്റെ നിഗൂഢതകളിലേക്ക് വളരെയധികം ആഴത്തിൽ കടന്നു ചെന്നിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അറ്റം വരെ എത്തിയിട്ടുമില്ല. നമ്മുടെ ബുദ്ധനും ഒരു അസ്തിത്വവാദിയായിരുന്നു. എന്നാൽ അദ്ദേഹം അതിൻ്റെ അറ്റം വരെ പോയിട്ടുമുണ്ട്. നമുക്കിനി നമ്മുടെ ചുറ്റുമുള്ള പ്രണയങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്കൊന്ന് നോക്കാം. ഒരു മനോഹരമായ പൗർണമി രാത്രിയിൽ നമ്മൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പങ്കാളിയുടെ കയ്യും പിടിച്ച് ഒന്നിച്ച് ഇരിക്കുകയാണെന്നൊന്ന് സങ്കല്പിച്ചു നോക്കുക. അവിടെ യാതൊരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. രണ്ടുപേരുടെയും ഉള്ളിൽ വലിയ സ്നേഹമുണ്ട്. ബാഹ്യമായി നോക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചിരിക്കുകയാണ്. എന്നാൽ ആ നിശബ്ദതയിൽ നമുക്കുള്ളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അത്ര അടുത്തിരുന്നിട്ടും കയ്യിൽ പിടിച്ചിരുന്നിട്ടും നമുക്കുള്ളിൽ നമ്മൾ മാത്രമാണ്, അവൾക്കുള്ളിൽ അവൾ മാത്രമാണ്. നമ്മൾ എത്ര തന്നെ അടുത്തേക്ക് വന്നാലും ഭൗതികമായി ഒന്നാകാൻ ശ്രമിച്ചാലും നമ്മുടെ ഈ ശരീരത്തിന് ഒരു പരിധിയുണ്ട്. എനിക്കൊരിക്കലും അവളുടെ ഉള്ളിലേക്ക് പൂർണ്ണമായി കയറി ചെന്ന് അവളാകാൻ കഴിയില്ല, അവൾക്ക് ഞാനാകാനും കഴിയില്ല. ഞങ്ങൾ വളരെ അടുത്താണ്, എന്നാൽ രണ്ടു പേർക്കുമിടയിൽ ഒരു പാലവുമില്ല. രണ്ട് ഒറ്റപ്പെട്ട മനുഷ്യർ ഒരുമിച്ചിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ പരമാവധി ഉന്നതിയിലെത്തുമ്പോൾ നമ്മുടെ ഉള്ളം ആഗ്രഹിക്കുന്നത് മറ്റേയാളുമായി പൂർണ്ണമായും ഒന്നാകാനാണ്. എന്നാൽ ഭൗതികമായ സ്നേഹത്തിന് അത് പൂർണ്ണമായി നിറവേറ്റിത്തരാൻ ഒരിക്കലും കഴിയുകയുമില്ല. ലക്ഷ്യം നമ്മളുടെ തൊട്ടു മുമ്പിൽ കണ്ടു കഴിഞ്ഞു, പക്ഷേ അത് കയ്യെത്താത്ത ദൂരത്തിലാണെന്ന തിരിച്ചറിവിലാണ് മനുഷ്യൻ വല്ലാതെ സങ്കടപ്പെടുന്നത്.
ബാഹ്യമായ ഒരു മനുഷ്യനും നമുക്കുള്ളിലെ ഈ ഏകാകിത്വം പൂർണ്ണമായി മാറ്റിത്തരാൻ കഴിയില്ലെന്ന് പ്രകൃതി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ. ഓർക്കുക, നമ്മൾ ജനിക്കുന്നത് ഏകനായാണ്, ജീവിക്കുന്നതും ഏകനായാണ്, മരിക്കുന്നതും ഏകനായിട്ടാണ്. പുറത്തേക്ക് പോയി ഈ ഏകാകിത്വം മാറ്റാൻ കഴിയില്ലെന്ന് പ്രിയപ്പെട്ടവർ നമുക്ക് കാണിച്ചു തരും. ആ വഴി അകത്തേക്കുള്ളതാണ്. ഇവിടെയാണ് സൂഫിസത്തിലെ രണ്ട് പരമമായ അവസ്ഥകൾ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഫന അഥവാ അഹന്തയുടെ അലിഞ്ഞു ചേരലും ഭഗ അഥവാ ദൈവത്തിലുള്ള നിത്യജീവിതവും. നമ്മിലെ ഞാനെന്ന ഭാവത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് ഫന. ഇത് വെറുമൊരു നാശമല്ല. ഒരു വെള്ളത്തുള്ളി കടലിൽ വീഴുമ്പോൾ അത് ഇല്ലാതാകുകയല്ല, മറിച്ച് കടലായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഭഗ. പുറത്തുള്ള ഒരു വ്യക്തിയിൽ ലയിക്കാൻ നമുക്ക് പരിമിതികളുണ്ടാകാം. എന്നാൽ പ്രപഞ്ചനാഥനിലേക്ക് ലയിക്കാൻ നമ്മുടെ അഹന്ത അലിയിച്ചു കളഞ്ഞാൽ മാത്രം മതി. അതോടെ നമ്മൾ ആ പരമമായ ഏകത്വത്തിലേക്ക് എത്തിച്ചേരും. സ്നേഹം നമ്മെ നമ്മുടെ ഏകാകിത്വത്തെക്കുറിച്ച് ബോധവാന്മാരാക്കും. ഏകാകിത്വത്തിൻ്റെ ഏറ്റവും ഉൾഭാഗത്തേക്ക് ധ്യാനത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ അത് ഏകാകിത്വമല്ലാതായിത്തീരും, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യമായി അത് മാറും. നമ്മൾ ഏകനാണ്, കാരണം ദൈവവും ഏകനാണ്. അതുകൊണ്ടാണ് സൂഫി മിസ്റ്റിക് ശബിസ്തിരി പറഞ്ഞത്, ഒരേ ഒരുവനെ അറിയുക, ഒരേ ഒരുവനെ കാണുക, ഒരേ ഒരുവനെ സ്നേഹിക്കുക, ഒരേ ഒരുവനാകുക. ആ വഴി അകത്തേക്കുള്ളതാണ്, ഉള്ളിലേക്ക് പോകുകയെന്ന്. സത്യത്തെ അറിയുന്നതിന് നമ്മുടെ ചിന്തകൾ എപ്പോഴും വലിയൊരു പ്രതിബന്ധമാണെന്ന് സൂഫി ദർശനങ്ങൾ പറയാറുണ്ട്. കാരണം നമ്മുടെ മനസ്സിലൂടെ നിരന്തരം കടന്നു പോകുന്ന ചിന്തകളുടെ വലിയ ഘോഷയാത്ര നമ്മെ അന്ധനാക്കുകയാണ് ചെയ്യുന്നത്. ചിന്തകൾക്കപ്പുറമുള്ള യഥാർത്ഥ ജീവിതം കാണാൻ അത് നമ്മളെ അനുവദിക്കില്ല. അവ നമ്മുടെ ബോധത്തിന് ചുറ്റും ഒരു വലിയ പുകമറ സൃഷ്ടിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ ഒരു കണ്ണാടിയിൽ പൊടി പറ്റി പിടിക്കുന്നത് പോലെയാണത്. ആ പൊടി നിറഞ്ഞിരിക്കുമ്പോൾ കണ്ണാടിക്ക് മുമ്പിലുള്ള രൂപത്തെ വ്യക്തമായി കാണിക്കാൻ കഴിയില്ല. നമ്മൾ ആ കണ്ണാടി തുടച്ചു വൃത്തിയാക്കണം, എങ്കിൽ മാത്രമേ അതിന് സത്യത്തെ കാണിക്കാൻ കഴിയൂ. ചിന്തകളെന്നാൽ നമ്മുടെ മുൻവിധികളാണ്. അത് എപ്പോഴും ഉള്ളിൽ സൃഷ്ടിക്കുന്ന ഒരു വലിയ തിരക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു മരത്തിന് താഴെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കുയിൽ മനോഹരമായി പാട്ടുപാടുന്നുമുണ്ട്. എന്നാൽ നമ്മൾ നമുക്കുള്ളിലെ ആലോചനകളിലും ചിന്തകളിലും മുഴുകിയിരിക്കുകയാണെങ്കിൽ ആ കുയിലിൻ്റെ മനോഹര ഗാനം നമ്മിലേക്ക് ഒരിക്കലും എത്തില്ല. നമുക്കുള്ളിൽ ശൂന്യമായ ഒരിടമില്ല. ഉള്ളിലേക്ക് എന്തെങ്കിലും പുതിയതായി വരണമെങ്കിൽ അവിടെ ഒരല്പം സ്ഥലം നമ്മൾ നൽകേണ്ടി വരും. ചിന്തകൾ കൊണ്ട് മനസ്സ് മുഴുവൻ നിറഞ്ഞിരുന്നാൽ പിന്നെ മറ്റൊന്നിനും അങ്ങോട്ട് കടന്നു വരാൻ കഴിയില്ല. നമുക്ക് ആ പഴയ സെൻ കഥ ഒന്നും കൂടി ആഴത്തിൽ ഓർത്തു നോക്കാം. ഒരു വലിയ തത്വശാസ്ത്ര പണ്ഡിതൻ ഒരിക്കലൊരു സെൻ ഗുരുവിനെ കാണാനെത്തി. തനിക്ക് സത്യം എന്തെന്ന് അറിയണമെന്നതായിരുന്നു പണ്ഡിതൻ്റെ ആവശ്യം. വലിയ മല കയറി വന്ന അയാൾ ആകെ വിയർത്തു കുളിച്ചിരുന്നു. ഗുരു അയാളോട് പറഞ്ഞു, നിങ്ങൾ ഒരല്പം വിശ്രമിക്കുക, ഞാൻ നമുക്ക് കുടിക്കാനൊരു ചായ ഉണ്ടാക്കി വരാം. അതിനുശേഷം നമുക്ക് സത്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഗുരു ചായ തയ്യാറാക്കി കൊണ്ടുവന്ന് പണ്ഡിതൻ്റെ കപ്പിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. കപ്പ് നിറഞ്ഞു. എന്നിട്ടും ഗുരു ചായ ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചായ കപ്പിൽ നിന്നും സോസറിലേക്ക് ഒഴുകാൻ തുടങ്ങി. എന്നിട്ടും ഗുരു ചായ ഒഴിക്കുന്നത് നിർത്തുന്നില്ല. ഒടുവിൽ പണ്ഡിതന് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞു, നിർത്തൂ, എൻ്റെ കപ്പ് നിറഞ്ഞു കഴിഞ്ഞു, കൂടുതൽ ചായ അതിൽ കൊള്ളില്ല. ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കപ്പിനെക്കുറിച്ച് എത്ര ശ്രദ്ധാലുവാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെക്കുറിച്ച് അത്രയും ശ്രദ്ധയുള്ളവനല്ല. നിങ്ങളുടെ മനസ്സ് പഴയ അറിവുകളും ചിന്തകളും സിദ്ധാന്തങ്ങളും കൊണ്ട് അത്രയ്ക്ക് നിറഞ്ഞിരിക്കുകയാണ്.
എന്നിട്ടാണ് നിങ്ങൾ പുതിയൊരു സത്യത്തെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളാൻ വരുന്നത്. സത്യത്തിന് കടന്നു വരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരല്പം ശൂന്യമായ സ്ഥലമുണ്ടാകണം. അതേ സുഹൃത്തുക്കളെ, നിറഞ്ഞു കവിഞ്ഞ കപ്പിലേക്ക് പുതിയതായി ഒന്നും ഒഴിക്കാൻ കഴിയില്ല. നമ്മൾ നമ്മെ തന്നെ പൂർണ്ണമായി ഒഴിച്ചു വയ്ക്കുമ്പോൾ മാത്രമേ സത്യത്തിന് അങ്ങോട്ട് കടന്നു വരുവാൻ കഴിയൂ. ഒരു കൊച്ചുകുട്ടിയുടെ കണ്ണ് പോലെ നമ്മുടെ മനസ്സ് നിഷ്കളങ്കമാകണം. സൂഫിസത്തിലെ തരീഖത്ത് അഥവാ ആത്മീയ പാതയിൽ ഇതിന് 2 വലിയ വഴികൾ നൽകിയിട്ടുണ്ട്. മാരിഫ അഥവാ ജ്ഞാനത്തിൻ്റെ മാർഗവും മഹബ അഥവാ സ്നേഹത്തിൻ്റെ മാർഗവും. നമ്മൾ ജ്ഞാനത്തിൻ്റെ മാർഗത്തിലാണെങ്കിൽ ചിന്തയെ ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മളുടെ ബുദ്ധി ശുദ്ധമാകും. നമ്മൾ സ്നേഹത്തിൻ്റെ മാർഗത്തിലൂടെയാണ് ചരിക്കുന്നതെങ്കിൽ അപ്പോൾ നമ്മുടെ വൈകാരികതയെ ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മുടെ സ്നേഹോർജം പരിശുദ്ധമാകും. ഈ യാത്രയിൽ എല്ലാവർക്കും സ്വയമായി വഴി കണ്ടെത്തുക പ്രയാസമാണ്. മനസ്സങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സൂഫിസത്തിൽ ഒരു ഗുരുവിനോട് ചെയ്യുന്ന ആത്മീയ കരാറായ ബയത്ത് അനിവാര്യമായിരിക്കുന്നത്. ഗുരു നമ്മുടെ ബാഹ്യമായ രക്ഷാകവചത്തിനുമപ്പുറം നമ്മുടെ സ്വത്വത്തിൻ്റെ അടിത്തട്ടിലേക്കാണ് നോക്കുക. അതിനായി സമർപ്പണം വേണം. ഭീരുക്കൾക്ക് സമർപ്പണം സാധ്യമല്ല. അതിന് വലിയ ധൈര്യവും കരുത്തും വേണം. യാത്രയുടെ ഓരോ ഘട്ടത്തിലും തെറ്റായ വഴികളുണ്ട്. 100 വഴികളിൽ 1 മാത്രമേ ശരിയുണ്ടാകൂ. അവിടെ നമ്മൾ ഗുരുവിൻ്റെ കൈ പിടിക്കുന്നു. നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിൽ നമ്മുടെ അഹന്തയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഗുരുവിൻ്റെ ഒരു വലിയ തള്ള് നമുക്ക് ആവശ്യമാണ്. സൂഫികൾ ഇതിനെ മഹാമൃത്യു എന്ന് വിളിക്കും. നമുക്കുള്ളിലെ ഞാനെന്ന അഹന്തയുടെ മരണം. മഹാനായ സൂഫി ഗുരു ഫരീദുദ്ദീൻ അത്താർ ഇതിനെ ഫിനിക്സ് പക്ഷിയുടെ കഥയുമായി ബന്ധപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, ഫിനിക്സ് ഒരു അത്ഭുത പക്ഷിയാണ് അല്ലേ? അതിൻ്റെ കൊക്കിൽ 100 ദ്വാരങ്ങളുണ്ട്. അതിലൂടെ അത് വിസ്മയകരമായ സംഗീതം പുറപ്പെടുവിക്കും. ഈ പക്ഷിക്ക് തൻ്റെ മരണസമയം അറിയാൻ കഴിയും. ആ സമയമെടുക്കുമ്പോൾ അത് കാട്ടിൽ നിന്ന് മരത്തടികൾ ശേഖരിച്ച് ഒരു വലിയ ചിതയൊരുക്കും. എന്നിട്ട് അത് സ്വയം ആ ചിതയുടെ നടുവിൽ ചെന്ന് നിന്ന് തൻ്റെ കൊക്കിലെ 100 ദ്വാരങ്ങളിലൂടെയും ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് അത് തൻ്റെ അന്ത്യമായ മരണഗാനം ആലപിക്കാൻ തുടങ്ങും. ഒടുവിലത് ചിറക് വീശി ആ ചിതയിൽ വലിയൊരു അഗ്നി ജ്വലിപ്പിക്കുകയും സ്വയം കത്തിയമർന്ന് ചാരമായി മാറുകയും ചെയ്യും. എന്നാൽ ആ ചാരത്തിൽ നിന്ന് ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്ന് പുതിയൊരു ഫിനിക്സ് പക്ഷി ജന്മമെടുക്കും. അത് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. പ്രിയമുള്ളവരെ, നമ്മൾ പൂർണ്ണമായി അപ്രത്യക്ഷമാകുമ്പോൾ മാത്രമേ നമുക്കുള്ളിൽ നിന്ന് പുതിയൊരു ദിവ്യ ചൈതന്യം ജന്മമെടുക്കൂ. ഗുരു അവസാനമായി ചെയ്യുന്ന കാര്യം അതാണ്. നമ്മെ മരിക്കാൻ സഹായിക്കുക, നമ്മെ അപ്രത്യക്ഷനാകാൻ സഹായിക്കുക. ഒരു ഗുരു യാതൊരു അധികാരശക്തിയെയും സമൂഹത്തെയും സേവിക്കുന്നില്ല. അദ്ദേഹം നമ്മെ എല്ലാ വ്യവസ്ഥിതികളിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിച്ച് സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്യുക. ആ ആനന്ദത്തിൽ നമ്മൾ ലയിക്കുമ്പോൾ നർത്തകൻ അവിടെ അപ്രത്യക്ഷമാകും. എന്നാൽ നൃത്തം തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ സൂഫി ഫക്കീർമാരുടെ വട്ടം ചുറ്റിയുള്ള നൃത്തം? അത് ഇതിനാണ്. ആ നൃത്തത്തിൽ ഒരു ഘട്ടത്തിൽ നർത്തകൻ ഇല്ലാതാകുകയും നൃത്തം മാത്രം ബാക്കിയാകുകയും ചെയ്യും. സ്നേഹത്തിൽ ദുഃഖം തോന്നുമ്പോൾ അതിനെ നമുക്കുള്ളിലേക്ക് തിരിയാൻ പ്രകൃതി നൽകുന്ന ഒരു വലിയ സന്ദേശമായി മാത്രം കാണുക. നമ്മുടെ അഹന്തയെ പൂർണ്ണമായും അലിയിച്ച് ആ നിശബ്ദതയുടെ സാമ്രാജ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. സ്നേഹമായിരിക്കുക, ശാന്തമായിരിക്കുക, ബോധവാന്മാരായിരിക്കുക. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.